ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതിന് മുമ്പ് നമുക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ, മൈക്രോ ഗ്രീൻസ് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ ഗ്രീൻസ് വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ആ കുറച്ച് റെസിപ്പീസൊക്കെ ആണ് കേട്ടോ നമ്മളുടെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ റെസിപ്പികളും ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഡയറ്റിങ്ങൊന്നും ഇല്ല, ആ സമയത്ത് എനിക്ക് വേണ്ടി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടിയെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, അന്നും കുട്ടികൾക്കൊന്നും മോൾക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതൊന്നും വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള വിഭവങ്ങളൊന്നും കഴിക്കാനായിട്ട്. പിന്നെ ആകെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി കൊടുത്താലാണ് ഇഷ്ടമുള്ളൂ കേട്ടോ, തോരൻ, ഉപ്പേരി അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തയക്കാൻ വേണ്ടിയാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ മൈക്രോ ഗ്രീൻസ് ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഗ്രീൻസ് വെച്ചിട്ടുള്ള പറാത്തയാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് പറാത്ത എന്ന് പറയുമ്പോൾ മൈദ എടുക്കരുത്, ആട്ട വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം മൈക്രോ ഗ്രീൻസ് കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അജ്വൈൻ ഉണ്ടല്ലോ, അതായത് അയമോദകം, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം നമുക്ക് ജീരകമോ പെരുംജീരകമോ എള്ളോ എന്തെങ്കിലും ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കയ്യിൽ 3 കയ്യിൽ ആട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നു കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് പരത്തിയെടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ല മയമുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള പറാത്ത കിട്ടും. നമ്മൾ ഇത്ര ഉണ്ടാക്കണുള്ളൂ കേട്ടോ, കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന കാരണം. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ എനിക്കും കൂടി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് കൊടുത്തയക്കല്ലേ, അപ്പോൾ അവർ കാര്യം പച്ചക്കറിയും ഇലക്കറിയൊക്കെ കഴിച്ചു തുടങ്ങിയെങ്കിലും എനിക്ക് മോളുടെ കാര്യത്തിൽ കുറച്ച് ഡൗട്ടാണ്. അവൾ കൊണ്ടുപോകണം, എന്താ ധൈര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിഫിനിൽ കൊണ്ടുപോകണതൊക്കെ കഴിച്ചോളൂ ആൾ. ഇപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വേസ്റ്റ് ആക്കില്ല, അങ്ങനെയെങ്കിലും ഉള്ളിൽ ചെല്ലുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇതിൽ മൈക്രോ ഗ്രെയിൻസ് ചേർത്തിട്ടുള്ളൂ. നിങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ കുറച്ചധികം കൂടി ചേർത്ത് കുഴച്ച് എടുക്കാൻ നോക്കാം. എന്നിട്ട് പരത്തിയതിന് ശേഷം നമ്മളത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇത്തിരി ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്താൽ നല്ലതായിരിക്കും. കണ്ടില്ലേ, നമ്മുടെ മൈക്രോ ഗ്രെയിൻസ് വെച്ചിട്ടുള്ള പറാത്ത റെഡി. അധികം കട്ടിയില്ലാണ്ട് കട്ടി കുറച്ചിട്ട് പരത്താം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും, കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കറി ഇല്ലാണ്ട് തന്നെയായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്, സ്കൂളിലാകുമ്പോൾ പ്രത്യേകിച്ചും. കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് റെസിപ്പി. ഇനി നമുക്ക് മൈക്രോ ഗ്രെയിൻസ് വെച്ചിട്ടുള്ള ദോശ കാണാം. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും അതിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് ചെറുതായി അരിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് പറയുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. എന്നിട്ട് നമ്മളത് ഊറ്റുക. എന്നിട്ട് പച്ചവെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് ചൂടാറിയ ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലും ചപ്പാത്തിയുടെ മാവ് തന്നെ, അതായത് ആട്ടിന് ഇട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളുത്തെള്ള ഉണ്ടല്ലോ, അതുപോലെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് തന്നെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ആ ഒരു മൈക്രോ ഗ്രെയിൻസ് ഇങ്ങനെ മിക്സിയുടെ ജാറിൽ ഇതുപോലെ ആക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അധികം ഞാൻ അരയ്ക്കാതിരുന്നത്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിലുണ്ടല്ലോ അങ്ങനെ ആക്കിയെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. ഈ ഒരു ദോശ വേണമെങ്കിൽ വെറുതെയും കഴിക്കട്ടോ, കാരണം നമ്മളിതിൽ മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. എന്നാലും ഞാൻ ഇതിനും കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതല്ലേന്ന് വെച്ചാൽ ഞാൻ ഇത് ശരിക്കും മൈക്രോ ഗ്രെയിൻസ് ചെറുപയറിൻ്റെ തന്നെയാണ്. ചെറുപയർ മുളപ്പിച്ചിട്ടുള്ള കറിയും കൂടി ഉണ്ടാക്കി. അങ്ങനെ നമ്മളുടെ ദോശ റെഡിയായി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഗ്രെയിൻസ് വെച്ചിട്ടുള്ള സാലഡാണ് കേട്ടോ. ഇത് ശരിക്കും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ, പക്ഷേ മോളൊക്കെ കഴിച്ചു കേട്ടോ, മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് തൈര് ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ കാണുന്നത്, ജീരകത്തിൻ്റെ പൗഡറാണ്. ഭയങ്കര ഞാൻ വലിയ ഓരോ സംഭവമൊക്കെ ചെയ്ത് നോക്കിയതുകൾ. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യുക അതൊക്കെ കൂടി. എന്നിട്ട് ചെയ്യുന്നു ഇനിയൊരു സാധനം കൂടി ഉണ്ട്, ചെറുനാരങ്ങയുടെ നീര്. ഇത് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, കുറച്ച് നമ്മൾ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അതും കൂടി പിഴിഞ്ഞൊഴിച്ച് പിന്നെ കുറച്ച് ഗാർലിക് ഒരെണ്ണം, അതൊന്ന് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം, കൂടെ മൈക്രോ ഗ്രെയിൻസും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യൂക്കമ്പർ ഉണ്ടല്ലോ, ക്യൂക്കമ്പർ ഇതുപോലെ ഇങ്ങനെ നീളത്തിലിങ്ങനെ നമ്മുടെ ആ പീലർ വെച്ച് ചെയ്താൽ കേട്ടോ അങ്ങനെ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒനിയൻ കട്ട് ചെയ്ത് ചേർക്കുക, മൈക്രോ ഗ്രെയിൻസ് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ മൈക്രോ ഗ്രെയിൻസ് ആൻഡ് വെജിറ്റബിൾസ് മിക്സ്ഡ് ആയിട്ടുള്ള സാലഡ് റെഡി.
നമുക്ക് ഇപ്പോൾ ഒരു നേരത്തിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ, ധാരാളമാണ്. നമ്മൾ രാത്രി കഴിക്കാൻ വെച്ചാൽ ഡിന്നറിന് കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സാലഡും റെഡിയായി. ഇനി നെക്സ്റ്റ് പനിയാരാണ്. അപ്പോൾ പനിയാരം വേറെ ഒന്നുമില്ല, നമുക്ക് ഒരു ഞാനെടുത്തിരിക്കുന്നത് ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ, അത് അരച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സവാളയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട് ഉള്ള പനിയാരം. അപ്പോൾ എന്തായാലും വളരെ പിന്നെ അതിൽ മൈക്രോ ഗ്രീൻസ് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ ഈ ഒരു മൈക്രോ ഗ്രീൻസും കൂടി ചേർത്താൽ അത്രയും നമ്മുടെ ഉള്ളിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള മൈക്രോ ഗ്രീൻസ് ഉള്ളിൽ ചെല്ലും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പനിയാരത്തിനുള്ളത് സവാള അരിഞ്ഞത്, ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ മൈക്രോ ഗ്രീൻസ് അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഈ മൈക്രോ ഗ്രീൻസ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു തണ്ടടക്കം താഴെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് എല്ലാത്തിലും ചേർക്കാം കേട്ടോ. ഇനി നോക്കിയാൽ നമുക്ക് പനിയാരത്തിനുള്ളത് ആയി, അത് മാവിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വറുത്തിടാനായിട്ട് ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും അതുപോലെ തന്നെ ഉഴുന്നും പൊട്ടുകടലൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് പനിയാരത്തിൻ്റെ ആ ഒരു മാവിൻ്റെ കൂട്ടിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടല്ലോ അതും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ വറുത്തിട്ടാനുള്ള സംഭവം ഇല്ലേ അതും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ മാവ് റെഡി. ഇനി അത് പനിയാരത്തിൻ്റെ ആ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനത് ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് അത് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് അങ്ങനെ നമ്മളിത് വേവിച്ചെടുത്തു. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് നാലും ഞാൻ കാണിച്ചു തന്നത്. ഇതിൽ സാലഡ് ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സംഭവത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു മൈക്രോ ഗ്രീൻസ് ചേർക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇട്ടത് വെച്ചിട്ടുള്ള കുറേ റെസിപ്പി ചെയ്ത് പിന്നെ വീഡിയോസ് ഇങ്ങനെ ലെങ്തി ആയിട്ട് പോകുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള എൻ്റെ കയ്യിലുള്ള റെസിപ്പികളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.